ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏലകൃഷിക്കാർക്കും അതേപോലെ തന്നെ തേനീച്ച കർഷകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് ശരിക്കും വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. നമ്മളൊരു ചെറിയൊരു സസ്യത്തെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ തേനീച്ച വളരെയധികം അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള കുറച്ച് സസ്യങ്ങളുണ്ട്. നമ്മൾ അതിനായിട്ട് പൊതുവെ പറയും രാമതുളസി എന്നൊക്കെ പറയും. രാമതുളസിയിലെ തേനീച്ച നല്ല രീതിയിൽ അട്രാക്റ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ളൊരു സസ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ കാട്ടുതുളസി എന്ന് പറയും. രാമതുളസിയുടെ വേറൊരു വേർഷനാണ്, കാട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ മുറുകൂട്ടി എന്ന് പറഞ്ഞ പേരിൽ മുറിവിൽ ഇതിൻ്റെ ഇലകൾ അരച്ച് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് കരിഞ്ഞു വരും. അങ്ങനെ ഒരു ആവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ചേറ്റൂരിൽ ഒരു ഫീൽഡിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ട് ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വെച്ച് നട്ടതാണ്. രാമതുളസി അപേക്ഷിച്ചതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്ക് കുറച്ചും കൂടെ പച്ച കളറാണ്. പിന്നെ ഇതൊരു ചെറിയ പടർന്ന് വളരുന്നൊരു സസ്യമല്ല, അല്പം മരം പോലെ, ഒരു ചെറിയ മരം പോലെ വളർന്നു വരുന്നുണ്ട്. തണ്ടിനൊക്കെ അല്പം വണ്ണം വെച്ച് വളരുന്നൊരു സസ്യമാണ്. നമ്മൾ ഇടയ്ക്ക് വെട്ടി വിടുകയാണെങ്കിൽ അത് കുറ്റിച്ച് നിൽക്കും. എന്നാൽ നമ്മൾ വെട്ടാതെ വിടുകയാണെങ്കിൽ ഒരു മരം പോലെ ഇത് വളരും. എന്നാൽ ഇത് വളർന്ന് നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിൽ തേനീച്ച രാമതുളസിയിൽ അട്രാക്റ്റ് ആകുന്നതിനേക്കാളും കൂടുതൽ അട്രാക്റ്റ് ആകുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഏലത്തോട്ടങ്ങളുടെ സൈഡുകളിൽ ചെമ്പരത്തി വെക്കുന്ന കൂട്ടത്തിൽ ഒരു കമ്പൊക്കെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വളർന്നു വന്ന് നമുക്ക് നല്ലൊരു തേനീച്ചയെ ആകർഷിക്കാനായിട്ട് നമ്മുടെ ഫീൽഡിലോട്ട് ആകർഷിക്കാൻ കഴിയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും തേനീച്ച ഒരു സസ്യത്തിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ആ സസ്യത്തിലോട്ട് അത് വരും. അപ്പോൾ ഈ നമ്മൾ രാമതുളസിയിൽ അട്രാക്റ്റ് ആയിട്ട് വരുന്ന തേനീച്ചകൾ രാമതുളസിയിൽ വന്നതിന് ശേഷം നമ്മുടെ ഏലത്തോട്ടങ്ങളിലുള്ള പൂക്കളെല്ലാം കയറി ഇറങ്ങി പോവുള്ളൂ. ഒരിക്കലും രാമതുളസിയിൽ അട്രാക്റ്റ് ആയിട്ട് അതിലോട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് നമ്മുടെ തോട്ടത്തിലോട്ട് തേനീച്ചകൾ വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മൾ വെച്ചിട്ട് ഒരു വർഷം കൊണ്ട് ഇത്രയും വണ്ണം വെച്ചാണ് ചെടി. നമ്മളത് ഇടയ്ക്കൊന്ന് വെട്ടിവിട്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇത് എല്ലാ കൃഷിക്കാരും നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ചെറിയ പാറക്കെട്ട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഇതൊന്ന് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തേനീച്ച നമ്മുടെ തോട്ടത്തിലോട്ട് വരുന്നതാണ്. തേനീച്ച നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ നല്ല രീതിയിൽ പരാഗണം നടക്കുകയും നല്ല തൂക്കമുള്ള കായ്കളും മഞ്ഞപ്പിഞ്ച് കുറഞ്ഞ് നല്ല രീതിയിൽ കായ്പിടുത്തമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ തോട്ടത്തിലുണ്ടാവും. ഇങ്ങനെയുള്ള സസ്യങ്ങൾ നമ്മുടെ തോട്ടത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ, ചുമ്മാ കിടക്കുന്ന ഭാഗങ്ങളിൽ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.